ഹായ് ഗെയ്സ്, പ്രഥമേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റായിട്ട് പഠിക്കാനിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പമറാഡോ സെഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ദെൻ മലയാളം PYQ ചെയ്തു. ആര്യമസിൻ്റെ ബുക്കാണ് യൂസ് ചെയ്തത്. അതിൻ്റെ മാർക്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ദെൻ അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സൊക്കെ റിട്ടേൺ ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഇംഗ്ലീഷ് വൊക്കാബുലറിക്ക് വേണ്ടിയിട്ട് ലക്ഷ്യയാണ് യൂസ് ചെയ്യുന്നത്. ലക്ഷ്യയുടെ PDF നോട്ട്സാണ്. അവർ ഓരോരോ പാർട്ടായിട്ടുള്ള വൊക്കാബുലറി നോട്ട്സ് ഇടും. അപ്പം നിങ്ങളൊരു ഇംഗ്ലീഷ് ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും തന്നെ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്സായിട്ട് അപ്ലോഡ് ചെയ്യും. അതിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്ത് വരും. അപ്പോൾ എനിക്ക് ഇപ്പോൾ വൊക്കാബുലറി സെഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു ഒന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നത്. എല്ലാം ടഫാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു PSC റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കത്തില്ല. അപ്പം ഇതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ തരുന്ന നോട്ട്സുകൾ നല്ല രീതിയിൽ അത് റെഫർ ചെയ്യുക. അവരത്രയും അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു നോട്ട്സ് തരുന്നത്. സോ അതെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് നോക്കി പോവുക. ഇപ്പം ഇംഗ്ലീഷ് ബിഗിനറാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലിപ്പം കുറേ സീനിയർ ആണെങ്കിലും ഈ ഒരു ഇത് ഫോളോ ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് കുറച്ചുകൂടി റിവിഷനും എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ സിനോണിംസ് ഒന്നും അങ്ങനെ അധികം പഠിച്ചിട്ടില്ല. പക്ഷേ ഈ ഇങ്ങനെ ഒരു ഡെയിലി ഒരു 10 വെച്ച് പഠിക്കുമ്പോഴായാലും 15 വെച്ച് പഠിക്കുമ്പോഴായാലും നമുക്ക് കുറച്ചുകൂടി ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നീട് വരുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അതൊക്കെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ എനിക്ക് ഹെൽപ്ഫുള്ളാണ്. പിന്നീട് ഞാൻ ആ നോട്ട്സ് എഴുതിയെടുക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നീട് റിവിഷൻ ആയാലും നമ്മൾ എപ്പോഴും സ്ക്രീൻ ടൈം നമുക്ക് അത്ര നല്ലതല്ലല്ലോ. സോ എഴുതുമ്പോൾ എന്നാണ് കുറച്ചും കൂടി മനസ്സിലാവും. പിന്നെ ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഇന്ന് അധികം ഒന്നും പഠിക്കാൻ പറ്റിയില്ല. 1 hour പഠിച്ചത്.